ഡോക്ടർ, ഒരു റോഡ് അപകടം നടന്നാൽ ഏറ്റവും പ്രധാനമായി ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളും ഈ അവസരത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും എന്തൊക്കെയാണ്? ആം, റോഡ് അപകടം നടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എത്തുന്ന ആൾക്കാരെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് എപ്പോഴും സംസാരിക്കുക. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ഈ എത്താൻ സാധ്യതയുള്ള ആൾക്കാർ എന്ന് പറയുന്നത് തൊട്ടടുത്ത പുറകിൽ നിന്നോ ഇല്ലെങ്കിൽ എതിർവശത്തു നിന്നോ വരുന്ന മറ്റ് വാഹനങ്ങളിലുള്ള ഡ്രൈവർമാരും ഈ പറഞ്ഞ യാത്രക്കാരും, അതുപോലെ തന്നെ പകലൊക്കെ ആണെങ്കിൽ ആ റോഡിൻ്റെ ഇരുവശത്തുമുള്ള കടകളിലും കവലകളിലും ഒക്കെ ഈ പറഞ്ഞ പീടികളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, അതുപോലെ തന്നെ സൈക്കിൾ യാത്രക്കാർ തുടങ്ങിയവരൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ പറയുന്ന റോഡ് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അപകടം പറ്റിയ ആൾക്കാർ ഈ പറയുന്ന കാറിനകത്തോ മറ്റുമാണ് ഉള്ള. കാറും ഉണ്ട്, അതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങളുണ്ട്, സൈക്കിള്, അതുപോലെ തന്നെ ഈ കാൽനട യാത്രക്കാരുമുണ്ട്. അപ്പോൾ ഓരോരുത്തരെയും ഓരോ രീതിയിലാണ് നമ്മൾ അതിനകത്ത് നോക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ കാൽനട യാത്രക്കാരും ഈ ഇരുചക്ര വാഹനങ്ങൾ ആൾക്കാരുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. മൊത്തമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പരിക്കുണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും. ഇരുചക്ര വാഹനങ്ങളിലെ യാത്രക്കാർ പലപ്പോഴുമൊക്കെ ഈ ഹെഡ് ഇഞ്ചുറിയാണ്, തലയ്ക്ക് ഉണ്ടാവുന്ന പരിക്കാണ് ഏറ്റവും കൂടുതൽ മരണത്തിന് കാരണമാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഹെൽമറ്റ് ധരിക്കുക എന്നുള്ളത് അത് നമ്മുടെ ഈ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്ന എല്ലാവർക്കും ബാധകമാണ്. ഈ ഹെൽമറ്റ് ധരിക്കുക എന്നുള്ളത്, ഹെൽമറ്റ് ധരിച്ചാൽ തന്നെ തലയ്ക്ക് ഏൽക്കുന്ന ക്ഷതം വളരെയധികം കുറയുകയും മരണത്തിനുള്ള മരണത്തിനുള്ള സാധ്യത വളരെയധികം കുറഞ്ഞു കിട്ടുകയും ചെയ്യുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ റോഡുകളിലൊക്കെ വളരെ പതുക്കെയാണെങ്കിലും നമുക്ക് ഇത് റീഇൻഫോഴ്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പല രീതിയിലുള്ള ചെക്കിങ്ങും സ്നേഹപൂർവ്വമുള്ള നിർബന്ധങ്ങളും സമൂഹത്തിലെ സോഷ്യൽ ആയിട്ടുള്ള സമൂഹത്തിൻ്റെ ഒരു പ്രഷറും ഒക്കെ അനുസരിച്ച് ഇപ്പോൾ മിക്കവാറും എല്ലാ ഇരുചക്ര വാഹനത്തിലെയും ആൾക്കാർ ഈ പറയുന്ന ഒരു ഹെൽമെറ്റ് ധരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഇരുചക്ര വാഹനത്തിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിട്ടിരിക്കുന്നത്. ഈ ഇരുചക്ര വാഹനങ്ങളിലെ പരിക്കുകൾ മിക്കവാറുമൊക്കെ അവർ ഏതെങ്കിലും വണ്ടികളിലേക്കോ, കാരണം ഇരുചക്ര വാഹനം ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ്, നമ്മൾ കാറ് പോലെയല്ല. അപ്പോൾ എതിരെ വരുന്ന ഒരു കാറിൻ്റെ വിൻഡസ് ഈ പറഞ്ഞ ആ ഒരു റിയർ വ്യൂ മിറർ ഇടിച്ചാൽ പോലും നമ്മുടെ ഈ വാഹനത്തിൻ്റെ ബാലൻസ് പോവുകയും അത് എവിടെയെങ്കിലും പോയി ഇടിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഈ ബാലൻസ് തെറ്റിപ്പോയിട്ട് വീണിട്ടുള്ള പരിക്കുകളാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. അത് വലിയ സ്പീഡിൽ വരുന്ന വാഹനം ഹെഡ് ഓൺ കൊളിഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഗുരുതരമായ പരിക്കുകൾ ഉണ്ടാവും. അപ്പോൾ ആദ്യമേ ഈ പറയുന്ന ഒരു അപകടം ഉള്ള സീനിൽ നിന്നും അവരെ ഈ പറയുന്ന ഫസ്റ്റ് എയ്ഡ് നൽകാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക്, അപകടം പറ്റിയ സീനിനകത്ത് വേറെ ഒന്നും ഈ പറഞ്ഞ കത്തുന്നതോ ഇല്ലെങ്കിൽ അപകടം പറ്റുന്നതോ ഇല്ലെങ്കിൽ വൈദ്യുതി ആഘാതം ഏൽക്കുന്നതോ ഒന്നും സംഭവമൊന്നും ഇല്ല എങ്കിൽ അവിടെ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അത് അവരെ ഈ പറയുന്ന നിവൃത്തിക്കെടുത്തിയിട്ട് നമ്മുടെ ഈ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഇപ്പോഴത്തെ മുമ്പത്തെ ആണെങ്കിൽ എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ ആയിരുന്നെങ്കിലും ഇപ്പോൾ ഒരു ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട പരിപാടിയായിട്ട് ഈ ABC ഈ പറഞ്ഞ ഫസ്റ്റ് എയ്ഡ് പ്രോട്ടോക്കോളിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ രക്തസ്രാവം ഉണ്ടായിട്ടാണ് മിക്കവാറുമൊക്കെ മരണം സംഭവിക്കുക. അപ്പോൾ ആദ്യമായി തന്നെ രക്തസ്രാവം ഉണ്ടെങ്കിൽ തന്നെ രക്തം ചീറ്റി പോകുന്നതാണെങ്കിൽ കിട്ടുന്ന കാര്യങ്ങൾ മിക്കവാറുമൊക്കെ തുണിയോ ഇല്ലെങ്കിൽ ഷർട്ടിൻ്റെ തുണിയോ ഇല്ലെങ്കിൽ സാരിയോ ഇല്ലെങ്കിൽ ടവലോ കിട്ടുന്ന എന്തെങ്കിലും ആണെങ്കിൽ പോലും അത് ആ പരിക്കേറ്റ ഈ മുറിവിൽ നിന്ന് രക്തം ഒഴുകുന്ന സ്ഥലത്തേക്ക് അമർത്തി പിടിക്കുക. കൈയോ കാലോ ആണെങ്കിൽ അത് എലിവേറ്റ് ചെയ്ത് ഹാർട്ടിന് മുകളിലേക്കുള്ള
ഒരു ഹൈറ്റുള്ള സ്ഥലത്തേക്ക് എലിവേറ്റ് ചെയ്തുകൊണ്ട് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ മിക്കവാറും എല്ലാ അപകടം ഈ പറഞ്ഞ ഇത് സംഭവവും ഒരു മിക്കവാറുമുള്ള ഒരു രക്തസ്രാവമൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്നും കുറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു ടൂർണിക്ക് ഈ പറഞ്ഞ ഇപ്പോൾ കിട്ടുന്ന നമ്മൾ കൈ കിട്ടുന്ന സാധനമല്ല, ഈ മിക്കവാറും ഫസ്റ്റ് എയ്ഡ് കിറ്റുകളിലൊക്കെ മിക്കവാറും ഒക്കെ ഒരു ടൂർണിക്കയുണ്ട്. ആ ടൂർണിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പഠിക്കേണ്ടി വരും. ആ ടൂർണിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുകളിലുള്ള ഈ രക്തക്കുഴൽ ടൈറ്റായിട്ട് അമർത്തി പിടിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ടൂർണിക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അത് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെയുള്ള അടുത്ത ഒരു സംഭവമായിട്ട് മാറുന്നത്. ഇനി ഈ പറയുന്ന എയർവേ, നമ്മൾ ഈ പറയുന്ന ബ്രീത്തിങ്, ശ്വാസം അകത്തേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഈ പറയുന്ന കഴുത്തൊക്കെ ഈ നമ്മൾ സൈഡിലോട്ട് മാറിയിരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കഴുത്തൊന്ന് ശരിക്കും ഈ പറഞ്ഞ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രഷർ കൊടുത്ത് ഒരു ചെറിയൊരു പുള്ള് കൊടുത്ത് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ, നിവർത്തി വെച്ചിട്ട് ഈ പറയുന്ന ജോ ത്രസ്റ്റോ ചിൻ ലിഫ്റ്റോ എന്ന് പറയുന്ന 2 മെനുവേഴ്സ് ഉണ്ട്. അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഈ പറയുന്ന നാക്ക് പോയി ഈ പറയുന്ന ഈ ശ്വാസനാളിയിലേക്ക് മറിഞ്ഞു വീണിട്ട് അത് ശ്വാസതടസ്സം ഉണ്ടാവാതിരിക്കാനുള്ള ഒരു സാധ്യത വളരെയധികമുണ്ട്. അതും ചെറിയൊരു ട്രെയിനിങ് അതിനകത്ത് അത്യാവശ്യമാണ്. അപ്പോൾ അത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി നോക്കേണ്ടതാണ്. ഇതിനിടയിൽ ഈ അപകടം പരിക്കേറ്റ ആൾക്കാർ ചികിത്സിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു 108 അല്ലെങ്കിൽ ആരെയും വിളിച്ചിട്ട് 108 വിളിച്ച്, അല്ലെങ്കിൽ അടുത്ത ആംബുലൻസ് വിളിച്ചിട്ട് ആംബുലൻസ് എത്തിക്കാനുള്ള ശ്രമം നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പൾസ് നോക്കുക, കരോട്ടിഡ് പൾസ് നോക്കിയിട്ട് ആ പൾസ് കിട്ടുന്നില്ല എങ്കിൽ ഈ പറയുന്ന CPR, കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ എന്ന പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അത് ഈ നമ്മുടെ ബ്രെയിനിലേക്കും പ്രത്യേകിച്ച് ഹാർട്ടിലേക്കുമുള്ള രക്തചംക്രമണം കുറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ബ്രെയിനിലേക്കുള്ള രക്തചംക്രമണം കുറഞ്ഞു കഴിഞ്ഞാൽ 3 മുതൽ ഒരു 5 മിനിറ്റ് വരെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ബ്രെയിൻ അങ്ങ് ഈ പറഞ്ഞ അതിൻ്റെ ഒരു ഫങ്ഷൻ ഇല്ലാതായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഹാർട്ടിലെ നമ്മൾ ഈ പറഞ്ഞ നെഞ്ചിലേക്ക് അമർത്തിയിട്ട് കൃത്യമായിട്ട് ആ ഒരു സീക്വൻസിൽ അമർത്തിയിട്ട് അത് രക്തം ഈ പറയുന്ന ബ്രെയിനിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് CPR എന്ന് പറയുന്ന ഒരു മെനുവർ. CPR എന്ന് പറയുന്നത് കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ വഴി ചെയ്യുന്നത്. അത് നമ്മൾ അതും ഇതുപോലെ തന്നെ മാനിക്കൻസ് വെച്ചിട്ട് പരിശീലിക്കേണ്ടതാണ്. പരിശീലിക്കുക മാത്രമല്ല, വീണ്ടും റിപ്പീറ്റഡായിട്ട് അത് പരിശീലിച്ച് അത് ശരിയായ രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് വേണം നമ്മൾ ഈ സർട്ടിഫിക്കേഷൻ കൊടുക്കേണ്ടതും അത് റീസർട്ടിഫിക്കേഷൻ കൊടുക്കേണ്ടതുമാണ്.